ചില കാര്യങ്ങൾ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സെയിം അല്ല ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വ്യത്യാസം അതിന് ചില ഖണ്ഡങ്ങളിൽ സ്റ്റെപ്സ് മാറിയിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഭഗവാനോടൊരു കണ്ടീഷൻ വെച്ചാൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ പ്രോഗ്രാം ഗംഭീരമാവും എന്ന് ഞാൻ കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇറങ്ങി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വന്നിട്ടും ഞാൻ ഒരുപാട് റിസൾട്ട്മെന്റ്സ് ഉള്ള ഫേസ് കണ്ടു. സാറാണോ എന്നറിയില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇതിന്റെ ടീസർ റിലീസിന് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ടീസർ റിലീസിൽ ഒരുപാട് പേരുടെ ആശംസകൾ കണ്ടിരുന്നു. അതിൽ ശ്രീമതി ഉമാപ്രേമൻ, ഉമിത്തിയിൽ വെന്തരിയുന്ന വ്യക്തികൾക്ക്, മനുഷ്യർക്ക് സാന്ത്വനമേകുന്ന അല്ലെങ്കിൽ ഒരു ദാഹജലം സാന്ത്വനത്തിന്റെ രൂപത്തിൽ എത്തിക്കുന്ന വലിയൊരു സ്ത്രീരത്നം തന്നെയാണ് അവര്. അപ്പോ ഉമാപ്രേമന്റെ ആശംസകൾ അതിൽ കാണുകയുണ്ടായി. എങ്ങനെയാണ് ഉമാപ്രേമനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ചാരിറ്റി തോട്ട്സുമായിട്ട് അനുപമ എന്ന നർത്തകി ചേർന്ന് നിൽക്കുന്നത്? ഒരു ഗൾഫിലുള്ള പകുതി മുക്കാൽ ആൾക്കാർക്കും ഞാൻ ഡാൻസ് കളിക്കും എന്നേ അറിയുള്ളൂ. അങ്ങനൊരു സൈഡ് ഉണ്ടെന്നുള്ളത് അത് എനിക്കും പറയാൻ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഒരു കൈ ചെയ്യുന്ന മറ്റൊരു കൈ അറിയരുത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നാട്ടില് അതും ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ആ സമയത്താണ് മാം ഇങ്ങനെ പറയുന്നത്. അവരുടെ 100 പില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് മാമിന്റെ. അപ്പൊ അതില് കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവിടുത്തെ എല്ലാം ഉൾപ്പെടെ നമ്മളൊരു കുട്ടിക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരു മോനും മോളുമാണ്. അപ്പൊ അതുപോലെ ഒരു മോനും മോളും എനിക്കറിയില്ല, ഇപ്പോഴും പേരെനിക്കറിയാം, ഞാനത് പറയുന്നില്ല. അപ്പൊ അവരോടും നമ്മൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ, കുഞ്ഞുങ്ങളോടും. പക്ഷെ എപ്പോഴെങ്കിലും എനിക്ക് വയനാട്ടിലെ മാമിനോട് പോവുകയാണെങ്കിൽ എനിക്ക് മക്കളെ കാണണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഉമാ മാമെന്നോ അങ്ങനെയല്ല, ഞാൻ അമ്മ എന്നാ പറയാറ്. കാരണം ഒരുപാട് കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അമ്മയെ പോലെ ആകാനൊന്നും നമുക്ക് പറ്റില്ലെങ്കിൽ പോലും ഒരു എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിൽ, നമ്മൾ എന്നും ഇവിടെ നിൽക്കുന്ന ഒരാൾക്കാരല്ല, നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ പ്രവാസികൾ എപ്പോഴെങ്കിലും നാട്ടിലെത്തുന്ന ടൈമിൽ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട ഒരാളാണ് ഉമാ മാം. അപ്പോൾ ഉമാ മാമിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് എൻ്റെ ഡാൻസ് ആയാലും മറ്റു കാര്യങ്ങളും എല്ലാം ചെന്ന് നിൽക്കുന്നത് അതിൽ തന്നെയാണ്. നല്ലൊരു കാര്യം, നന്നായിരിക്കട്ടെ. ഈ ഇഷ്ടത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പാവപ്പെട്ടവരുടെ കൂടെ മനസ്സറിയാൻ സാധിക്കാന്ന് പറഞ്ഞ അത്ര ചെറിയ കാര്യമല്ല. അനുപമ, തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന എല്ലാവർക്കും കാണും എന്തെങ്കിലും അനുഭവങ്ങൾ. പ്രത്യേകിച്ച് ഇത്രയധികം കൃഷ്ണനോട് ചേർന്ന് നിന്ന് ജ്ഞാനപ്പാന അവിടെ കളിച്ചു കഴിഞ്ഞപ്പോ അവിടെ എത്തിച്ചേർന്ന നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒട്ടും മറക്കാനാകാതെ മനസ്സിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? മറക്കാനാവാത്ത 2 സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സ്റ്റേജിൽ നമ്മൾ 45 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സെയിം അല്ല ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വ്യത്യാസം അതിന് അതിനകത്ത് ചില ഖണ്ഡങ്ങളിൽ സ്റ്റെപ്സ് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്തതിനേക്കാളും വളരെ നന്നായി വന്നിരിക്കുന്നു എന്നുള്ളത് എനിക്കത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണത്. അതിലും ഒരു കൃഷ്ണന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും, നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആ സമയത്ത് അതേ താളത്തിൽ അല്ലെങ്കിൽ അതേ ഒരു എന്തെങ്കിലും മാറിപ്പോയാൽ, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറിപ്പോയാൽ അത് വിപരീതമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ചും ജ്ഞാനപ്പാന പോലെ ഒരു വേൾഡ് ഫേമസ് ആണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത് തന്നെ. ഇത്രയും നല്ല ഖണ്ഡം ഈ മനുഷ്യർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ല ആർട്ടിസ്റ്റുകളാണ്, എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തില് എനിക്ക് അതെ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ സാറിൻ്റെയാണ്. ഇവിടുന്ന് എനിക്ക് ഒരു ഗുരുനാഥനാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രഹ്ലാദൻ സാറാണ്, ക്ലാമണ്ഡലം പ്രഹ്ലാദൻ സാറാണ്. സാറിനെ എനിക്ക് 27 വർഷത്തിന് ശേഷം സാറിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി. അത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ അന്ന് രാവിലെയും ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം, എന്റെ സാറിനെ എനിക്ക് കാണാൻ പറ്റണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഭഗവാനോടൊരു കണ്ടീഷൻ വെച്ചാൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ പ്രോഗ്രാം ഗംഭീരമാവും എന്ന് ഞാൻ കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇറങ്ങി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വന്നിട്ടും ഞാൻ ഒരുപാട് റിസൾട്ട്മെന്റ്സ് ഉള്ള ഫേസ് കണ്ടു. സാറാണോ എന്നറിയില്ലല്ലോ. പക്ഷേ പ്രോഗ്രാമിന് 4 മണിക്കൂർ മുന്നേ സാർ ഇവിടെ എത്തി എന്നുള്ളതാണ്. എന്റെ കാലിൽ എനിക്ക് സാറ് തന്നെ ചലങ്ക് കെട്ടി ഞാൻ കയറാൻ എനിക്ക് അനുഗ്രഹം ഉണ്ടായി. അത് തന്നെയാണ്, അത് ഭഗവാൻ തന്നെ തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു സക്സസിന്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തുമ്പോൾ ഇതും
നമുക്ക് എടുത്തു പറയേണ്ടി. അതെ അതെ. ഇപ്പൊ 2024 അവസാന മാസത്തിലാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്റർവ്യൂല്. 2025 വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? നമ്മുടെ അപ്കമിങ് പ്രൊജക്ട് നമ്മുടെ ജ്ഞാനപ്പാനയോട് കണക്ട് ചെയ്ത് തന്നെയാണ്. അതായത് 101 ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ജ്ഞാനപ്പാന. അതെ. ഇതുപോലെ ഏകമാത്രം നൃത്താവിഷ്കാരം. അതെ, 101 ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാത്തവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കഴിഞ്ഞു ഓൾറെഡി. ഗുരുവായൂരും കഴിഞ്ഞു, ഉളനാടും കഴിഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഒരേ സമയത്താണ് വന്നത്, ഒരേ മാസം തന്നെയായിരുന്നു. ഇനി ഞാൻ പിന്നെ ഇനി അതിന്റെ കാര്യങ്ങൾക്കായിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ആദ്യത്തെ പ്രൊജക്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ റസൽ ഗെയിമിൽ തന്നെ നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫൈ ചെയ്യാൻ പോവാണ്. അതെ, ലെജൻഡ്സ് പെർഫോമിംഗ് സെന്റർ. എല്ലാ സബ്ജക്ട്സും ഞങ്ങൾക്ക് 4 സബ്ജക്ട്സ് ഉള്ളത്. അപ്പൊ അതില് ഡാൻസ് ഉണ്ട്, ഡ്രോയിങ്, പെയിന്റിങ്, ഇൻസ്ട്രുമെന്റ്സ്, വോക്കൽ. അപ്പോൾ ഇത് 4 ഞങ്ങൾ സർട്ടിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ സർട്ടിഫൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ സെന്റർ കിട്ടി, നമുക്ക് ഇനി കുട്ടികൾക്ക് നമുക്ക് അവിടെ എക്സാം നടത്താം. ഫസ്റ്റ് സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അതെ, ഫസ്റ്റ് സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലെജൻസ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അതിനൊരു കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വർഷം നവംബറോട് കൂടിയാണ് ഫസ്റ്റ് നമ്മുടെ എക്സാംസ് എല്ലാം വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് കാര്യം, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സെക്കൻഡ് പ്രോജക്ട്സ്. പിന്നെ മറ്റ് പ്രോജക്ട്സ് വരുന്നുണ്ട്, അതൊക്കെ വഴിയെ ഞങ്ങൾ അറിയിക്കുന്നത്. അതെ. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി 6ാമത്തെ സിക്സ്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 12 വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഡാൻസ്. 3-3.5 വയസ്സുള്ളപ്പോൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ശരിയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം വരെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏട്ടന്മാരൊക്കെ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഭർത്താവിനും അതിനോട് ഇഷ്ടമുണ്ടെങ്കിലും ശരി, ഭാര്യയായി പൊസിഷൻ മാറുകയാണല്ലോ. ഭാര്യയായി, പിന്നെ കുഞ്ഞുങ്ങളുടെ അമ്മയായി. നേരത്തെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല. ഇനിയിപ്പം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിലും ടൈം കിട്ടാറില്ല. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും ഒക്കെ? എന്റെ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ റാസൽ ഖൈമയിലാണല്ലോ. അപ്പൊ ചേട്ടന് ട്രാവലിംഗ് ആണ്. പക്ഷെ ചേട്ടൻ എല്ലാ പരിപാടിക്കും, എന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ചേട്ടൻ ആ സമയത്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ ഇനി എത്തും, എവിടെയാണെങ്കിലും. ചേട്ടന്റെ സൈഡിൽ നിന്ന് ഹസ്ബൻഡ് ആണല്ലോ നമുക്കിപ്പോൾ എല്ലാ സപ്പോർട്ടും തരുന്നത്. എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എന്റെ മോൻ, ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എനിക്ക് വലിയൊരു മോനാണുള്ളത്. എന്റെ ഡിഗ്രി 3rd ഇയർ ആണ് മോൻ പഠിക്കുന്നത്. അപ്പോൾ മോനും ഇപ്പൊ മോളൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 3 മാസത്തിലൊക്കെ ഞാൻ എന്റെ കൈ കൊണ്ട് നടന്നാണ് എന്റെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരത് യൂസ്ഡ് ആണ്, അവർക്കിപ്പോൾ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും പെർഫോം ചെയ്യുന്നുണ്ട് എന്റെ കൂടെ. ഇപ്പൊ പ്രോഗ്രാമിന് ഇപ്പൊ ഞങ്ങള് 3 പേരും കൂടെ സ്റ്റേജിൽ കളിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ അത്യാവശ്യം അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഫാമിലി സപ്പോർട്ട് ഇപ്പൊ അമ്മ എന്റെ കൂടെ ഉണ്ട്. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഇവരുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനാണ് എന്നെ നോക്കിയത്. അത് കഴിഞ്ഞിപ്പോ ഹസ്ബൻഡിന്റെ ടൈമിൽ ഹസ്ബൻഡ് നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഘട്ടം എനിക്ക് തോന്നുന്നത് എന്റെ മോനാണ്. മോന് ഇപ്പൊ ഒരു 3 പേരും എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് തന്നെയാണ് എപ്പോഴും ഇതൊക്കെ. അതെ. പിന്നെ അമ്മയ്ക്ക് ഇപ്പോ എന്താ പറയുന്നത്, ഏത് സ്റ്റേജിലും ഇപ്പൊ വളരെ സന്തോഷത്തോടെ എന്റെ അമ്മയാണ് ഞാൻ എല്ലായിടവും ഇപ്പൊ എവിടെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ഇനാഗ്രേഷൻസ് എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അമ്മ തന്നെയാണ് നമ്മുടെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഫാമിലി വൈസ് അങ്ങനെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ അപ്പൂപ്പൻ, അതായത് KB കുറുബ്, അമ്മയുടെ അച്ഛൻ ഫിലിം ആക്ടർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ ആ ഒരു വഴിയാണ് ഞങ്ങൾക്ക് അതെല്ലാം ആർട്ടിസ്റ്റ്. അതെ. പിന്നെ എനിക്ക് 2 ബ്രദേഴ്സാണ്. എന്റെ മൂത്ത ബ്രദറിന്റെ പേര് ലിജിനാണ്, 2ാമത്തെ പേര് അമിതാണ്. എല്ലാവരും ഞങ്ങള് 3 പേരും, എന്റെ 2 ബ്രദേഴ്സും കലാപ്രതിഭകളായിരുന്നു അവിടെ ഗൾഫില്. അപ്പൊ അതിന്റെയൊക്കെ സപ്പോർട്ട് എന്റെ അച്ഛനും അമ്മയും ആയിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അത് കഴിഞ്ഞ് ഇപ്പോ എന്താ പറയാ, ഫാമിലി ആയപ്പോഴും ആ സപ്പോർട്ട്. അതെ, എനിക്ക് എന്റെ ഫാമിലി എന്ന് പറയുന്നത്, എന്റെ ഫാമിലി മാറ്റി നിർത്തിയിട്ട് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. എന്റെ ഫാമിലി തന്നെയാണ് എന്റെ സപ്പോർട്ട്. ദൈവത്തിന് നന്ദി പറയാം. തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ. അപ്പൊ നമ്മുടെ ഒരു നീണ്ട ഇന്റർവ്യൂ, പ്രത്യേകിച്ച് ജ്ഞാനപ്പാന, മുത്താലം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന ഏകപാത്രം നൃത്താവിഷ്കാരം ചെയ്ത അനുപമാവി പിള്ളയാണ് നമുക്ക് എന്തായാലും കിട്ടിയത്. ഒത്തിരി വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. നമ്മള് മലയാളികൾക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലൊരു കാര്യം ചെയ്തതിനാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളും അനുഭവം അറിയാൻ സാധിച്ചു. അനുപമ 2025 എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളിലും ഇതുപോലെ നല്ല നല്ല പ്രൊജക്ട്സ് ചെയ്ത് ബിസി ആയിട്ട് നിൽക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആരോഗ്യ സൗഖ്യത്തോടെയും. താങ്ക് യു സോ മച്ച്. അറിയാം ഒത്തിരി തിരക്കുകളിലാണെന്ന്. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.